GRCM ഗുഡ് RCM മോൾ നമ്മളെല്ലാവരും RCMന്റെ ഷോപ്പിൽ ചെല്ലുമ്പോൾ പല പല സാധനങ്ങൾ നമ്മൾ എല്ലാം എടുക്കാറുണ്ട്. പക്ഷെ കുറെ സാധനങ്ങൾ നമ്മൾ എടുക്കില്ല, കാരണം നമുക്കത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നറിയില്ല, എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിൽപ്പെട്ടൊരു സാധനമാണ് ഈ ബോക്സിൽ കാണുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും RCMന്റെ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ആരും ഇത് മേടിക്കാനും ഉപയോഗിക്കാനും പോകില്ല, കാരണം ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആരും പോകില്ല. ഇതെന്താ എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ പേരാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ്. അപ്പൊ നമ്മളിതിനകത്ത് പടം കാണുമ്പോൾ നമ്മൾ ഇത് ഇറച്ചി കഷ്ണം പോലെ കിടക്കണം, അതായത് മീൻ കഷ്ണം പോലെ, ചിക്കന്റെ കഷ്ണം പോലെ, റെഡ് മീറ്റിന്റെ കഷ്ണം പോലെ കിടക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് നോൺ വെജ് ആണ്. പക്ഷെ ഇതൊരിക്കലും നോൺ വെജ് അല്ല, പ്യുവർ വെജ് ആണ്. അതായത് ഹൈ പ്രോട്ടീനും നല്ല ഫൈബറും ഉള്ള ഫുഡ് പ്രൊഡക്റ്റ് ആണ് ഇത്. ഇതിന്റെ പേര് വന്നിട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്ന്. ഗുഡ് ഡോട്ടിൽ നമ്മുടെ പല പല ഇതുണ്ടല്ലോ സെഗ്മെന്റുകളിൽ, ഗുഡ് ഡോട്ട് വരുന്ന സെഗ്മെന്റിൽ വരുന്ന സാധനമാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് സോയയുടെ പ്രോട്ടീൻ ഉണ്ട്, ചിയ സീഡ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, പിന്നെ പീ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ഗോതമ്പ് പൊടി എന്നുള്ള പ്രോട്ടീൻ ഉണ്ട്. ഇഷ്ടംപോലെ പ്രോട്ടീനുകൾ അടങ്ങിയ സാധനം ഇത്. സീറോ കൊളസ്ട്രോൾ ആണ്, സീറോ ട്രാൻസ് ഫാറ്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിക്കുന്നത് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഫുഡാണിത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉണ്ടാക്കാൻ പോകണം നമ്മൾ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രേവി ടൈപ്പും ചെറിയൊരു ഫ്രൈ ടൈപ്പും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഗ്രേവി ടൈപ്പും ഫ്രൈ ടൈപ്പും ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തക്കാളി കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ വന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ RCMന്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ, തവിടെണ്ണ, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ചെറിയ ഗ്രേവി ടൈപ്പിന് വേണ്ടത്. അപ്പം ദെൻ ഫ്രൈ ടൈപ്പിനും കൂടി വേണ്ടത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പൊ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പീസാണ് അതിന്റെ ഉള്ളിലിരിക്കുന്നത്, ഫുള്ളി കവർ ചെയ്തിരിക്കുന്നത്. അതായത് എയർ സക്ക് ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതാണ്. കാരണം ഇത് ചീത്തയാവും, കാരണം ഇതിൽ പ്രിസർവേറ്റീവോ ബാക്കി കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ബോക്സ് ഒരു കൊല്ലം വരെ ഇരിക്കും, ഡേറ്റ് അനുസരിച്ച് ഒരു കൊല്ലം വരെ ഇരിക്കും. നമ്മളിത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യണം, കാരണം പ്രിസർവേറ്റീവ് കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് ചീത്തയായി പുഴു വരെയതിനകത്ത്. അപ്പം ഇത് എങ്ങനെയാന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ല, ബോക്സ് ഇങ്ങനെ കിട്ടി. ഇത് സെന്ററിൽ നിന്ന് കട്ട് ചെയ്യണം നമ്മൾ. അതായത് സെന്ററിൽ നമ്മൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കണ്ട ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചാടി വരും. അപ്പൊ നമ്മൾ പാത്രത്തിലേക്ക് ഇടാം. പീസ് നമ്മൾ ഇട്ടു. നെക്സ്റ്റ് നമ്മൾ ഇത് കൈ കൊണ്ട് തന്നെ, കത്തി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് എന്തോരം പീസുകളാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ആക്കിയത് കൈ കൊണ്ട് തന്നെ നമുക്ക് അടത്തിയെടുക്കാം. അപ്പം നമ്മൾ ആ പീസെല്ലാം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് പോലെ ആക്കിയിട്ടുണ്ട്. കത്തിയൊന്നും ഉപയോഗിച്ചിട്ടുള്ള കൈ കൊണ്ട് തന്നെ വേണ്ട, ഇങ്ങനെ ആക്കി നമ്മൾ ചെറിയ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. അതായത് ഇത് ഒന്ന് കുറച്ച് സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു 3 വിസിലടിപ്പിക്കും. അതായത് കുക്കറിൽ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതിട്ട് ശേഷം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, അത് ഫുള്ളായിട്ട് മുങ്ങല്ല, ജസ്റ്റ് ആ ലെവലിൽ നിൽക്കുന്ന വെള്ളം ഒഴിച്ച് ഒരു 3 വിസിലടിപ്പിക്കും, കാരണം അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് കുക്കറിലേക്ക് ഇടാം. കുക്കറിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഹെൽത്ത് ഗാർഡ് ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഹെൽത്ത് ഗാർഡ് ഒഴിച്ചതിന് ശേഷം വെള്ളം നമുക്ക് വേണം. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ആ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം മതി. വെള്ളം ഒഴിച്ചതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഗരം മസാല, പൊടിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കർ ക്ലോസ് ചെയ്യുക. ദെൻ സ്റ്റൗവിലേക്ക് വയ്ക്കുക.
അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞു. അതായത് കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജ് ബൈറ്റ്സ് നമ്മൾ ഇട്ടു. അതിനുശേഷം കുറച്ച് തവിടെണ്ണ ഒഴിച്ചു, ഫില്ല് ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു, അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, പിന്നെ ഗരം മസാല ഇട്ടു. എന്നിട്ട് ക്ലോസ് ചെയ്ത് നമ്മൾ കുക്കറിൽ വെച്ചിരിക്കണം 3 വിസിലടിക്കാൻ വേണ്ടിയിട്ട്. 3 വിസിലടിച്ച് കഴിയുമ്പോഴത്തേനും സാധനം സോഫ്റ്റ് ആവും. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട് കുക്കറിൽ. ഇപ്പോൾ 3 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. അപ്പം 3 വിസിലടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് എയർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വിസിലൊന്ന് പൊക്കി കൊടുത്ത് ഫുൾ എയറും കളഞ്ഞതിന് ശേഷം തുറക്കാവുന്നതാണ്. അപ്പൊ നമുക്കത് തുറക്കാം. അപ്പൊ നമ്മളിത് തുറന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും സോഫ്റ്റ് ആയി കണക്ക് കണ്ട. കുക്കർ 3 വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ സോഫ്റ്റ് ആയ വരും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ ചെറിയൊരു ഗ്രേവി ടൈപ്പും ചെറിയൊരു ഫ്രൈഡ് ടൈപ്പ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഇപ്പൊ ഫ്രൈഡ് ടൈപ്പിനുള്ളത് കുറച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. വെള്ളം ഒന്ന് ഊറിച്ചിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് അത് മാറ്റി വയ്ക്കാം. പൊടിക്കനും കൂടി ഞാൻ എടുക്കാം. ഓക്കെ, അതങ്ങനെ നമ്മൾ വയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് 2 ടൈപ്പ് ഞാൻ പറഞ്ഞു. അതായത് ഒരു ഫ്രൈ ടൈപ്പ് ഉണ്ടാക്കാം, ചെറിയ ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കാം. അപ്പൊ ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കാനുള്ള പാൻ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ പാൻ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞു. അപ്പൊ പാനിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിൽ, RCMന്റെ റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടല്ലോ, റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അത് ചൂടാകാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എണ്ണ ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇത് തീ കുറയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. അപ്പോൾ നമ്മൾ തവിടെണ്ണ ആദ്യം ഒഴിച്ചു. അതിനുശേഷം കടുക് പൊട്ടിയപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടു, സവാള ഇട്ട്, കറിവേപ്പില ഇട്ടു, നന്നായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി വഴറ്റിക്കെട്ടിരുന്ന സവോള ഇതിനകത്തേക്ക് ഇട്ട് നമ്മളിപ്പോൾ തക്കാളി ഇട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ തക്കാളി ഇട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഇരിക്കുന്ന മസാലകൾ, അതായത് 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല പൊടിക്കാനിട്ട് കൊടുത്തായിട്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റും. കാരണം നന്നായിട്ട് വഴറ്റിയാലേ നമുക്ക് അതിൻ്റെ ആ ഒരു മസാലയുടെ പച്ചപ്പ് ഉണ്ടല്ലോ, ആ പച്ചപ്പ് പോകും. അപ്പം മസാലയൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് വഴറ്റി അതിനുശേഷം നമ്മൾ റെഡിയാക്കി ചെയ്യുന്ന കുക്കറിൽ തന്നെ ഇരിക്കുന്ന വെജ് ബൈറ്റ്സ്, ആ വെള്ളത്തോട് കൂടിയുള്ള വെജ് ബൈറ്റ്സ് ഇല്ല, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നത് വെജ് ബൈറ്റ്സ് ഉണ്ട് കുക്കറിൽ തന്നെ ഇരുന്ന് ചെറിയ വെള്ളത്തോട് കൂടി അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നമ്മൾ. അപ്പം ഇനി കുറച്ചും കൂടി ഗ്രേവി, ഇപ്പം സെമി ഗ്രേവി ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, നന്നായിട്ട് ഗ്രേവി വേണമെന്നുള്ളത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഈ സമയത്തൊന്ന് ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളപ്പിക്കില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ അതെ, തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി, നമ്മൾ ചെറിയ തിള വന്നു. അപ്പോൾ തന്നെ ഞാനത് ഓഫ് ചെയ്തു, സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പൊടിക്കുന്ന മല്ലിയില മുകളിൽ ഇതറി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സെമി ഗ്രേവി ടൈപ്പ് വെജ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സെമി ഗ്രേവി വെജ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കൂ, വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്. നമുക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു നോൺ വെജ് കറി വെച്ചിരിക്കുന്ന പോലെ കാണാൻ പറ്റും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഞാനിപ്പോൾ ഇട്ട ഇൻഗ്രീഡിയൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കാൻ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ മസാല ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അതായത് നമുക്ക് ഓരോരുത്തരും ടേസ്റ്റ് വ്യത്യാസമാണല്ലോ, ഇത്ര കൂടുതൽ വേണം കുറവ് വേണം, അപ്പം അതനുസരിച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ വെജ് ബൈറ്റ്സ് സെമി ഗ്രേവി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ഓക്കെ.